all, welcome to I+. ഞാൻ അക്ഷര. നമ്മൾ പിയാഷെയുടെ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് ബ്രൂണറുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു 3 ആശയങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ബ്രൂണറിന് 3 സ്റ്റേജുകൾ പറഞ്ഞിട്ടുണ്ട്. ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ് ആൻഡ് സിംബോളിക് സ്റ്റേജ്. അപ്പോൾ അതിന് ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ 0 to 1 years ആണ്. അവിടെ എന്താണ് ലേണിംഗ് ത്രൂ ആക്ഷൻസ് ആൻഡ് മോട്ടോർ റെസ്പോൺസ്. അപ്പോൾ ആക്ഷൻസിലൂടെ മോട്ടോർ റെസ്പോൺസസിലൂടെ ബോഡി മൂവ്മെൻറ്റ്സിലൂടെ കുട്ടികൾ കാര്യങ്ങൾ പഠിക്കുന്ന ആ ഒരു സ്റ്റേജാണ് എന്ത് ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ ഇനാക്റ്റീവ് എന്നുള്ള രീതിയിൽ ചിന്തിക്കല്, എന്താണ് ആക്ടിവിറ്റി ഒന്നുമില്ല അങ്ങനെ രീതിയിൽ ചിന്തിക്കല്. ഇത് ഇനാക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ആക്ഷൻസിലൂടെ മോട്ടോർ റെസ്പോൺസിലൂടെ കുട്ടി എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ പഠിക്കുന്നു. അടുത്ത ഐക്കോണിക് സ്റ്റേജ് ആണ് 1 to 6 years എന്ന് പറയാം. ലേണിംഗ് ത്രൂ ഇമേജസ് ആൻഡ് വിഷ്വൽ റെപ്രസെൻറ്റേഷൻ. അവർ ഇമേജസ് പഠിക്കുന്നു. ഒരു കാര്യത്തെ എന്താണ് വിഷ്വൽ റെപ്രസെൻറ്റേഷൻ, അത് കണ്ടു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാക്കുന്ന സ്റ്റേജാണ്. ദെൻ ഫൈനലി സിംബോളിക് സ്റ്റേജ് 7 വയസ്സിനോട്ട് മുകളിലോട്ട് എന്താണ് ലേണിംഗ് ത്രൂ അബ്സ്ട്രാക്ട് സിംബൽസ്. അതായത് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള ഐഡിയാസ് വേണം. അബ്സ്ട്രാക്ട് സിംബൽസിലൂടെ കാര്യം മനസ്സിലാക്കുന്നു. സച്ച് ആസ് ലാംഗ്വേജ് ആൻഡ് മാത്തമാറ്റിക്കൽ നോഷൻസ്. അപ്പോൾ ലാംഗ്വേജ് പ്ലസ് മൈനസ് അങ്ങനെയൊക്കെയുള്ള സംഗതി കണ്ടു കഴിഞ്ഞാൽ, പ്ലസ് സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ അത് കൂട്ടാനാണെന്നും മൈനസ് കണ്ടു കഴിഞ്ഞാൽ കുറയ്ക്കാനാണെന്നും ഒക്കെ കുട്ടി പഠിക്കുന്നില്ലേ. ലാംഗ്വേജ് ഉപയോഗിക്കുന്നില്ലേ. ഇപ്പോൾ ലാംഗ്വേജിനൊക്കെ എന്താ നമ്മൾക്ക് ഓരോ ആൽഫബറ്റ് എഴുതുമ്പോൾ ഇത് എ ആണ്, ഇത് ബി ആണ്, സി ആണെന്നൊക്കെ തിരിച്ചറിയാനായിട്ടും അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള സിംബൽസിലൂടെ കാര്യങ്ങൾ പഠിക്കുന്ന സ്റ്റേജാണ്. നമുക്ക് മറ്റൊരു തിയറിസ്റ്റിൻ്റെ ഐഡിയ ആയിട്ടുള്ള അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.